ഇന്ന് രാവിലെ തന്നെ മുൻഷി രഞ്ജിത്തിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഓക്കെ, വേറെ ഒന്നുമല്ല, എന്നെ ബിഗ് ബോസിൽ നിന്ന് വേഗം പുറത്താക്കി എനിക്കൊരു അവസരം കൂടി നൽകണം ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് കരഞ്ഞ് മേകുന്നുണ്ട്. ഓക്കെ, മൂപ്പര് ഉള്ളിനുള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ പോലും മൂപ്പര് ഇത് പുറത്ത് കാണിക്കില്ല. ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചിട്ട്. ഓക്കെ, ബിഗ് ബോസ് വന്നിട്ട് 3-4 ദിവസമായി വീട്ടില്, ഇപ്പോഴും ബിഗ് ബോസ് തലയിൽ കിടക്കുക. കൊണ്ടുപോയ പെട്ടിയൊക്കെ അതിനകത്തിരുന്ന സാധനങ്ങളൊന്നും എടുക്കാനോ എടുത്തിടാനോ പറ്റില്ല. ആ പെട്ടിയായിട്ട് കെട്ടിപ്പിടിച്ചിരുന്ന് അങ്ങ് വാങ്ങിപ്പോയതാ. പ്രിയമുള്ളവരെ, ഞാൻ ബിഗ് ബോസിലേക്ക് പോയതും തിരിച്ചു വന്നതും ദാ വന്നു എന്നുള്ള കണ്ടീഷനിലായി പോയി. പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുള്ളതായിട്ട് ഞാൻ അറിഞ്ഞു. എന്റെ ഒരു വരി കത്താണ് അതിന് കാരണം എന്ന് പറഞ്ഞു. ആ ഒരു വരി കത്ത് ഞാൻ എഴുതുമ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇതിഹാസ നടൻ മോഹൻലാൽ അത് വായിക്കുമെന്നും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ അത് ലോകം മുഴുക്കെ കേൾക്കുമെന്നും അതിന് ഇത്രയും മനോഹാരിത ഉണ്ടാവുമെന്നും ഇത് എന്നെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നും. ശരിയാണ്, എനിക്ക് ഒരു പരാതിയില്ല. ഞാൻ അതിനകത്ത് ആരെയും പരാതി പറയാനോ ആരെക്കുറിച്ച് എന്തെങ്കിലും പരിഭവം പറയാനോ വേണ്ടി പോയതല്ല. മറ്റുള്ളവരെക്കാൾ ഉപരിയാണ് എന്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വത്തിലൂടെ മറ്റുള്ളവർക്ക് മുകളിലെത്തി 100 ദിവസം നിന്ന് കിരീടത്തിന്റെ അടുത്തേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അവിടെ നിന്ന് പോയത്. പക്ഷേ ഞാൻ എന്താണെന്ന് പറയാനോ ഞാൻ ആരാണെന്ന് അറിയിക്കാനോ ഒരു അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്ന് പുറത്താകേണ്ടി വന്നു. ഞാൻ പരമാവധി ഈ കത്തെഴുതിയതിലെ ഒരു പ്രത്യേകത പോലെ തന്നെ, അല്ലെങ്കിൽ പൂമ്പാറ്റ എന്ന് ഞാൻ ഒരു പേരിട്ടതിന്റെ പ്രത്യേകത പോലെ തന്നെ എന്റെ കയ്യൊപ്പ് പതിച്ച പല കാര്യങ്ങളും ഞാൻ അവിടെ ചെയ്തിരുന്നു. പക്ഷേ സമയപരിമിതി മൂലമാവാം, അല്ലെങ്കിൽ ഷോയുടെ പ്രത്യേകത മൂലമാകാം, ചില കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്നതിൽ വിഷമമുണ്ട്. എന്നെ സ്നേഹിച്ചിരുന്ന എന്റെ വളരെ അടുത്ത പലരുടെയും വിശ്വാസത്തിനും പ്രതീക്ഷയ്ക്കും ഒപ്പം ഉയരാൻ എനിക്ക് കഴിഞ്ഞില്ല. അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുത്തി എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും പരാജയമില്ല. കാരണം ഒരുപാട് പേര് എന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നും അയാൾക്ക് ഒരവസരം കൂടി കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ആവശ്യപ്പെടും. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത ദൂരെ എവിടേക്കോ നിന്ന് പോലും അങ്ങനെയുള്ള അഭിപ്രായ പ്രകടനം വരുമ്പോൾ ഞാൻ സന്തോഷവാനാണ്. എനിക്ക് ആരോടും പരാതിയില്ല. നല്ല അവസരങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു, ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്നെ സ്നേഹിച്ച എന്നോട് ഈ സ്നേഹം കാണിക്കുന്ന എല്ലാവരോടും നന്ദി. സ്നേഹം മാത്രം. ഒരു സമാധാനമില്ല. പ്ലേസ് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് കിച്ചൺ ഡ്യൂട്ടി ആയിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് അധികം കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്തതൊക്കെ. അല്ലെങ്കിൽ ഒരു തേങ്ങയും കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണ്. അങ്ങനത്തെ വ്യക്തികൾക്ക് പറ്റിയതല്ല ബിഗ് ബോസ് മേ ബി. ഓക്കെ, അഭിപ്രായം കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ.